നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോളെ, നീ ഇപ്പൊ എവിടാ? ഈശ്വരമംഗലത്തേക്ക് പോയോ? അതെന്തായാലും നന്നായി. ഈശ്വരമംഗലത്തേക്ക് അങ്ങ് ചെന്നു കൊടുത്താലും മതി, അവരിപ്പൊ തന്നെ കേറ്റും. പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുത്തോ? കൊട്ടാരം കണക്കുള്ള ഒരു വീട് ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ ഞങ്ങളെന്തിനു ഹോട്ടലിൽ പോയി മുറി എടുക്കണം? കൊട്ടാരം കണക്കുള്ള വീടോ? നീ എന്താ ഈ പറയുന്നേ? ആരുടെ വീടാ? ഞങ്ങളിപ്പോ CKC അങ്കിളുടെ വീട്ടിലാ ഉള്ളത്. അങ്കിൾ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. CKCയുടെ വീട്ടിലോ? പ്രണവും നീയും CKC ഒക്കെ തമ്മിൽ പിണക്കമല്ലായിരുന്നോ? ഓ പിന്നെ, പിണങ്ങിയിരുന്നാലേ കടത്തിന്റെ കടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ CKC അങ്കിളുടെ വീട്ടിലേക്ക് പോന്നു. എന്തായാലും CKCയുടെ വീട്ടിലേക്ക് പോണ്ടായിരുന്നു. അതറിഞ്ഞ ആ പാർവതിക്കും ഗൗതമിനും ഒക്കെ ദേഷ്യം കൂടില്ലേ? അമ്മ, തൽക്കാലം ഇതല്ലാതെ വേറെ വഴിയില്ല. എന്നായാലും ഈശ്വരമംഗലത്തേക്ക് തിരികെ പോവും. ഇപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് കരുതിയാ മതി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവിടെ പോയി താമസിച്ചാലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. 1 മാസത്തെ സമയം തരും. അതിനുള്ളിൽ നീ ഈശ്വരമംഗലത്ത് തിരികെ കയറിക്കോണം. കഞ്ഞിങ്ങ് കുടിക്കമ്മേ. മോനെ, എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഒരു രൂപമില്ല. ആ ബാങ്ക് മാനേജർ അതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? പുള്ളി ബാങ്കിൽ പോയി തന്നെ ഡീറ്റെയിൽസ് എടുത്തു. പ്രണവ് ആകെപ്പാടെ ആ കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ബാറിൽ നിന്ന് കള്ളു കുടിക്കാനും ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാനുമാണ്. വേറെ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അവര് ഹോട്ടലിലൊന്നും അല്ല റൂം എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പായി. ആരാ മോളെ വിളിക്കുന്നത്? പ്രണവാണോ നോക്കി? അമ്മാവനെ വിളിക്കുന്നത്. വേഗം അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഫോണിലിട്. ഹലോ അമ്മാവ. മോളെ, ശിവാനിയുടെയും പ്രണവിന്റെയും ഒരു കാര്യം ഞാൻ അറിഞ്ഞു. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ നിങ്ങളെ എന്താ അറിഞ്ഞത്? അവര് എവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. എവിടെയാ അവരുള്ളത്? അവരിപ്പോ CK ചന്ദ്രബോസിന്റെ വീട്ടിലാണ്. ശിവാനി രേണുകയെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. മോനെ ഗൗതം, നീ എത്രയും വേഗം CKCയുടെ വീട്ടിലേക്ക് പോ. പറ്റുമെങ്കിൽ ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോവാ. ശരി നിങ്ങളെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ശരി മോനെ. മോനെ, എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പൊ തന്നെ എന്നെ അറിയിക്കണം കേട്ടോ. ഇവനിതെന്താ പറ്റിയത്? നമ്മുടെ ശത്രുവിന്റെ വീട്ടിൽ തന്നെ അവൻ പോയി കേറിയല്ലോ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ ബുദ്ധിക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് ചെയ്യാനാ ഗൗതം? ഒരാൾ കൂടെ നിന്ന് മന്ത്രം ഓതിക്കൊണ്ടേ ഇരുന്നാൽ ആ വഴിക്ക് മനസ്സ് പോവും. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കും. ആലോചിക്കാനൊന്നുമില്ല. ഏത് വിധത്തിലും നമ്മളെ തോൽപ്പിക്കാൻ നടക്കുന്നവനാ CKC. അവന്റെ മടയിലേക്കാ എന്റെ വിഡ്ഢിയായ മോൻ കയറി കൊടുത്തിരിക്കുന്നത്. കൊന്നുകളയാലും മടിക്കില്ല അയാള്. മോനെ, ഇനിയൊന്നും ആലോചിക്കണ്ട. എത്രയും പെട്ടെന്ന് CKCയുടെ വീട്ടിലേക്ക് പോ. എന്നിട്ട് പ്രണവിനെ നീ പോയി കൂട്ടിക്കൊണ്ടുവാ. ഈ CKCയുടെ വീട്ടിലേക്ക് പോവാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അയാൾ ഏതോ പുതിയ വീട്ടിലേക്ക് താമസം മാറിയെന്ന് ഗൗതം ഒന്ന് പറഞ്ഞില്ലായിരുന്നു? ആ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അതും മാത്രമല്ല, വേറെയും കുഴപ്പങ്ങളുണ്ടതിൽ. വേറെ കുഴപ്പോ? എന്ത് കുഴപ്പം? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ രാത്രി സമയമാണ്.
ഞാൻ CKCയുടെ വീട്ടിലേക്ക് ചെന്ന് കയറി കൊടുത്താ അയാൾക്ക് എന്നെ എന്തും ചെയ്യാം. എടാ നിനക്ക് പേടിയാണെങ്കിൽ ഞാൻ പോകാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്റെ മോനെ. പേടിച്ചിട്ടൊന്നും അല്ല, അത് അയാളുടെ പ്രോപ്പർട്ടിയാ. പാതിരാത്രി അയാളുടെ വീട്ടിലേക്ക് ഞാൻ ചെന്ന് കയറിയാൽ മനഃപൂർവ്വം തന്നെ CKC പ്രശ്നം ഉണ്ടാക്കും. പിന്നെ ഞാൻ നേരെ പോകുന്ന ജയിലിലേക്കായിരിക്കും. അതറിയോ അമ്മയ്ക്ക്? അമ്മേ, ഗൗതം പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പൊ CKCയുടെ വീട്ടിൽ ചെന്ന് കയറുന്നത് സേഫ് അല്ല. ദൈവമേ, ഒന്നിനും ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അമ്മയെ ഒന്ന് സമാധാനപ്പെട്. ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. ഇപ്പൊ മറുപക്ഷത്ത് പ്രണവും ശിവാനിയും തനിച്ചല്ല, തന്ത്രശാലിയായ CKC ഉണ്ട്. നോക്കി കളിച്ചില്ലെങ്കിൽ ഇത് തിരിഞ്ഞുകൂത്തും. സുഹൃത്തെ, ഞാൻ പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിൽ ഇവിടെ ഒന്ന് പെട്ടുപോയിരിക്കുക. അതിന് നിന്റെ അടുത്തൊന്ന് സഹായിക്കാൻ പറയുന്നേ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലാണ് ഞാനിപ്പോ. ഇവിടെ നീ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു 100 ചോദ്യങ്ങൾ വരും. അതുകൊണ്ടല്ലേ എടാ, നമ്മുടെ ബസ് സ്റ്റാൻഡിനപ്പുറത്തുള്ള ബിവറേജസ് ഇല്ലേ, അവിടുന്ന് വാങ്ങിച്ചാൽ മതിയെന്ന്. പൈസ ഞാൻ നിനക്ക് ഇട്ട് തന്നേക്കാം. എന്റെ ലൊക്കേഷൻ അയച്ചുതരാം. എന്റെ സാധനം കൊണ്ടുവന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. എടാ, അവിടെ വലിയ ക്യൂ ഒന്നും ഇല്ല. ഒരു കുപ്പി മദ്യം വാങ്ങിക്കുന്നതിന് നിനക്ക് എന്തോരം സമയം വേണം? നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ. എടാ പ്ലീസ് എടാ, ഒരു സഹായം ചെയ്യടാ. അല്ലെങ്കിൽ നീ ഒന്നൊരു ആവശ്യത്തിന് ഉപകരിക്കില്ലല്ലോ. ഇനി ഓരോന്നും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തോട്ട് വാ, വെച്ചിട്ട് പോ നീ.